ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. സ്കൂളില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്. നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. ഇതെന്താണെന്നറിയോ? ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇല്ലേ? എന്നാൽ ഇത് പൂവല്ല, ഒരു കുഞ്ഞൻ കൈപ്പയ്ക്കയാണ്. നമ്മുടെ വീട്ടിലൊരു തരം കൈപ്പയ്ക്കയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. വളരെ ചെറുതായിരിക്കും ഈ കൈപ്പയ്ക്ക. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനൊന്നും ഇത് കിട്ടാറില്ല കേട്ടോ. ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് കൊണ്ട് പഴുത്താൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല പൊട്ടി വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കൈപ്പയ്ക്കയാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ തലേദിവസം മഴ പെയ്തുകൊണ്ട് കുറച്ച് നാരങ്ങയൊക്കെ നിലത്ത് വീണ് നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വീട്ടിലൊക്കെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓഫീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കൊറിയറും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. വളരെ 10-30 കൊറിയർ മാത്രമാണ്, അതായത് പാക്കറ്റ് മാത്രമാണ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാത്തൂട്ടിയും വാപ്പയും ഞാനും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറൊന്നല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടെന്ന്. സോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിഫ്രഷ്മെൻ്റ് ആയിട്ട് ബിസ്ക്കറ്റ്, ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, റിട്ടേൺ ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ വർഷവും ഒരു ഗോഡൗണിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ആ ഹോൾസെയിൽ കടയിൽ നിന്ന് വന്നിട്ട് അതെല്ലാം എടുത്തതാണ് കേട്ടോ. അപ്പോൾ പാത്തുക്കുട്ടി കണ്ടാൽ പിന്നെ അവൾക്ക് വെറുതെ ഇരിക്കാനാവില്ലല്ലോ. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പാത്തുക്കുട്ടിക്കും കൊടുത്തു. ഞങ്ങൾ എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ചയാണ് നമ്മൾ ഡ്രോയിങ് കോമ്പറ്റീഷൻ. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ട്. ഒരു കോളേജിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിത് കോളേജിൽ എത്തി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ കോളേജിൻ്റെ താഴെ, അതായത് ഇതൊരു വലിയ സെമിനാർ ഹാളാണ്. അപ്പോൾ ഇതിൻ്റെ പോർട്ടിക്കോ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ഹാളിൻ്റെ താഴെ കബഡി കളിക്കുമ്പോൾ ഒരു വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്ക് നമ്മളിങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പരിപാടി ഗംഭീരമാക്കണ്ടേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം 7 മണിയായിട്ടുണ്ട്. നമ്മളെന്താ വേഗം വരാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അത് ഡിസ്പാച്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർക്ക് പാർട്ടിസിപ്പൻസിനുള്ള ക്യാപ്പ്, ഒരു 50-ന് മേലുള്ള ടീഷർട്ട്സുകളും അതുപോലെ തന്നെ കിറ്റ് കൊടുക്കാൻ വേണ്ടി, ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജൂട്ട് ബാഗായിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കസ്റ്റമൈസ്ഡ് ടീഷർട്ടും ആയിരുന്നു കേട്ടോ. പേരും ലോഗോയൊക്കെ ഒട്ടിച്ചിട്ടുള്ള, അതായത് എഴുതിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ടീഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. കാരണം ഞായറാഴ്ച നമ്മുടെ ഡ്രോയിങ് കോമ്പറ്റീഷന് ഫുൾ ടൈം അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിയില്ല. അപ്പോൾ രാത്രി എത്ര വൈകിയാലും നമ്മളത് ഡിസ്പാച്ച് ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി നമ്മളിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിയാണ് പാക്ക് ചെയ്യണേ. അവന് വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇതാ വാപ്പിയും മണിയും കൂടിയിട്ട് ചാക്കുകളിലാക്കിയിട്ട് നിറയുന്നുണ്ട്. കാരണം 2-3 ദിവസമായിട്ട് മഴയാണല്ലോ. എന്നിട്ട് നമ്മളതിനെ കൊണ്ട് കൊറിയർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം